മതേതരവാദം എന്ന് പറഞ്ഞാൽ പൊതുവിൽ എന്താ പറയുക? ചിലരെല്ലാം വിശ്വാസികളാണ്. മിക്കവാറും സെക്കുലർ വാദികളൊക്കെ പറയുന്ന ഒരു നിരീശ്വരവാദികളൊന്നുമല്ല, നാസ്തികരൊന്നുമല്ല. നാസ്തികനായതെങ്കിലേ മതേതരവാദി ആകാൻ പറ്റും, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ പറയുന്നത്. ഇവിടെ പറയുന്നത് എൻ്റെ മതത്തിൽ അഗാധമായി വിശ്വസിക്കുകയും മറ്റു മതങ്ങളോട് ബഹുമാനം, ആദരവ്, വിറയൽ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്ന അയാളാണ് മതേതരവാദി. മഹാത്മാഗാന്ധി അങ്ങനെ ആയിരുന്നു പോലും. ഇന്ത്യൻ മതേതരവാദമാണ്. റഷ്യൻ കെമിസ്ട്രി, അമേരിക്കൻ സുവോളജി എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ മതേതരവാദം ഇങ്ങനെയാണ്. ആയിക്കോട്ടെ, അങ്ങനെ ഒരു മതേതരവാദമാണ് നമ്മൾ ചുമക്കുന്നത്. KM മാണി മതേതരവാദിയാണ്. ഈവൻ മുസ്ലിം ലീഗ് മതേതരവാദം. ഇവിടെ എല്ലാം മതേതരവാദി അല്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ ആരുമില്ല. അപ്പം പറയുന്നത് മതങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ പാടില്ല. ഇവിടെ ഒരു വകുപ്പുണ്ട്, 1860-കളിൽ 860 എന്ന വകുപ്പാണ് 155A. രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, പ്രസ്താവനകൾ ഒഴിവാക്കണം. കഥകൾ പറയാൻ പാടില്ല, പ്രസംഗങ്ങൾ പാടില്ല, കൂട്ടം കൂടാൻ പാടില്ല. 295A ഉണ്ട്. ഇതെല്ലാം തന്നെ അതിനെ മതവികാരം വ്രണപ്പെടുത്താൻ പാടില്ല. നിങ്ങൾ വേറൊരു മതത്തിനെതിരെ സംസാരിക്കാൻ പാടില്ല, രണ്ടുപേരെ തമ്മിലടിപ്പിക്കാൻ പാടില്ല. ഇവിടെ എല്ലാ നിയമങ്ങളെല്ലാം ഉണ്ട്. അപ്പം മതേതരവാദം ഉണ്ടാകണം, മതമൈത്രി ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഈ സമൂഹത്തിൽ വലിയ തോതിലുള്ള അഭിപ്രായമൊക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, നമ്മൾ പൊതുവിൽ പറയുന്നത് ഏതെങ്കിലും ഒരു മതവിശ്വാസിക്ക് അവരുടെ വിശ്വാസം, ആചാരക്രമമൊക്കെ തുടരാനായിട്ടുള്ള അവകാശമുണ്ട്, അതിനെ നമ്മൾ വിമർശിക്കരുതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് മതേതരവാദം പോലൊരു ജാതിയേതരവാദം നമുക്ക് പാടില്ല? എന്തായാലും ജാതികളുണ്ട്, എന്തായാലും മതങ്ങളുമുണ്ട്. മതങ്ങൾ ഒരുമിച്ച് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, പരസ്പര ബഹുമാനം, പരസ്പര വിറയൽ ഒക്കെ വേണം. എന്തുകൊണ്ടെങ്കിൽ ജാതിയുടെ കാര്യത്തിൽ അത് പാടില്ല? നമ്മൾ മതേതരവാദം വേണമെന്ന് പറയുകയും മതമൈത്രി വേണമെന്ന് പറയുകയും എന്നാൽ ജാതി മൈത്രി ആവശ്യമില്ലെന്നും ജാതികൾ പരസ്പരം കലഹിക്കുകയും പരസ്പരം കുറ്റപ്പെടുത്തുകയും പരസ്പരം നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നല്ലതാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. രണ്ടും ഈവിൾ തന്നെയല്ല. ശബരിമല കാര്യത്തിൽ തന്നെ എന്താ ചെയ്യുന്നത്? സ്റ്റേറ്റ് തലത്തിൽ മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ നോക്കുക. ഇത് ഒരു വിഭാഗത്തിന്റെ മാത്രം സമരമാണ്, ആ വിഭാഗം ഇങ്ങനെയാണ്. ഇത് ആ ജാതികൾക്കിടയിലുള്ള കാലുഷ്യവും സ്പർദ്ധയും വർദ്ധിപ്പിക്കലാണ്. ഇത് ഒരു പുരോഗമന ജനാധിപത്യ സമൂഹത്തിന് ചേർന്നല്ല. നിങ്ങൾ ഒന്നുകിൽ അല്ലെങ്കിൽ മതേതരവാദവും പാടില്ല, അതിനെ ഓരോ മതത്തിലെയും അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളും പറഞ്ഞ് അതിനെ നിശ്ചിതമായി വിമർശിക്കണം. അതല്ല ചെയ്യുന്നത്. അതെല്ലാം തട്ടിപ്പൊത്തി പൊതിഞ്ഞു നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക്, നിങ്ങളുടെ ആചാരം നിങ്ങൾക്ക് എന്ന് പറയുകയും ജാതിയുടെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്ത് ഭിന്നതയും കാലുഷ്യവും ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് ശരിയായ ഒരു മതസൗഹാർദ്ദം ചക്കരയാകുന്നു, ജാതി സൗഹാർദ്ദം കോമഡി ആകുന്നു. എന്തുകൊണ്ട്? വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും തമ്മിൽ കെട്ടിപ്പിടിക്കുമ്പോൾ കോമഡിയാവും. അതേസമയം കാന്തപുരവും വേറെ എവിടെ എന്തെങ്കിലും ഒരു പുരിയോ ഗിരിയോ ഒക്കെ കെട്ടിപ്പിടിക്കുമ്പോൾ അത് വലിയ സംഭവമായി മാറും. അല്ലേ? നമ്മൾ ഈ ക്രിസ്മസിന് ഒരു മുസ്ലിം കുട്ടി, ഒരു ഹിന്ദു കുട്ടി, ഒരു ക്രിസ്ത്യൻ കുട്ടി, 3 പേരോട് ഇങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ കുറേ ഹിന്ദു പെൺകുട്ടികൾ ചന്ദനമായിട്ട് പോകുന്നു, ഒരു ഉമ്മ, പ്രായമായ ഒരു ഉമ്മ വെള്ളത്തിൽ വീഴാൻ പോകുന്നു, പിടിച്ചു കയറും, നോക്കടാ കണ്ടോ. അല്ലെങ്കിൽ ഒരു കാവി കൊടുത്ത ചെറുപ്പക്കാരും പച്ചയിട്ട ചെറുപ്പക്കാരും തമ്മിൽ ബൈക്കിൽ പോകുന്നു. ഇത്തരത്തിലുള്ള കൊഞ്ഞാട്ട ചിത്രങ്ങളാണ് നമ്മുടെ മതസൗഹാർദ്ദത്തിൻ്റെ അടിസ്ഥാനം. എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം എന്നറിയാമോ? ഇമാർ ഇങ്ങനൊന്നും പോകേണ്ടവരൊന്നും അല്ല കേട്ടോ. ഇവർ പോകുന്നില്ലേ? ഒരു സിംഹവും ഒരു മുയൽക്കുട്ടിയും ഒരുമിച്ച് താമസിക്കുന്ന എഫക്റ്റ്. രണ്ടുപേരും കെട്ടിപ്പിടിക്കുമ്പോൾ ഈ ഇവരിങ്ങനെ കെട്ടിപ്പിടിക്കേണ്ടവരൊന്നും അല്ല, പക്ഷേ അവർ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. എന്നിട്ട് നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ? പക്ഷേ വെള്ളാപ്പള്ളി നടേശനും പുന്നല ശ്രീകുമാറും പിന്നെ എന്താ പറയുന്നത് സുകുമാരൻ നായരോടെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മളത് കോമഡി ആയിട്ട് കാണുന്നു. നമ്മൾ അതിനെതിരെ സംസാരിക്കുന്നത്. ഇത് ഇത്ര നാളെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. എന്ന് മതങ്ങൾക്ക് തമ്മിൽ ഒന്നിക്കാമെങ്കിൽ എന്തുകൊണ്ട് ജാതികൾക്ക് തമ്മിൽ ഒന്നിച്ചുകൂടാ? അതൊരു കാര്യമാണല്ലോ. ഈ മതങ്ങൾ തമ്മിൽ ഇപ്പോൾ അയ്യപ്പൻ വിളക്ക് നടത്തി കൊടുക്കുന്ന മുസ്ലിങ്ങളായിരിക്കും, അല്ലെ അവിടെ നെയ്യഭിഷേകം നടത്തുന്ന ക്രിസ്ത്യാനികളായിരിക്കും. അങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലുകളും സമ്പർക്കങ്ങളും ആകാമെങ്കിൽ എന്തുകൊണ്ട് ജാതികൾക്കിടയിൽ പാടില്ല? ജാതികൾ തമ്മിൽ കലഹിക്കുന്നത് കൊണ്ട് സമൂഹത്തിന് പ്രത്യേക നേട്ടങ്ങൾ വല്ലതുമുണ്ടോ? ആ സ്പർദ്ധ ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ ശ്രീനാരായണ ഗുരു കൃത്യമായി പറഞ്ഞ കാര്യമാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്തത്. പരസ്പരം പൊറുക്കാനും മറക്കാനും ശേഷിയുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ചിന്തകൾ നീക്കം ചെയ്യാൻ സാധിക്കൂ. ഇതിങ്ങനെ പെരുപ്പിച്ച് കാണിച്ചു ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇത് ചരിത്രം പറയാം. ഈ നിങ്ങൾ മതത്തിൻ്റെ കാര്യം, മുഹമ്മദിൻ്റെ വൈഫിൻ്റെ പ്രായം സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമനവാദികൾ എന്താ പറയുക? അതൊന്നും നിങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് 6 വയസ്സാണോ 9 വയസ്സാണോ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കല്ലേ ചെയ്യുന്നത്. അതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നല്ലേ നമ്മൾ പറയാം. എന്തുകൊണ്ട് ജാതികളുടെ ചരിത്രം പറയുമ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഒതുക്കവും അടക്കവും കാണുന്നില്ല? നമ്മളത് വലിച്ചിട്ട് ചർച്ച ചെയ്യുകയാണല്ലോ. അതുകൊണ്ട് എന്താണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഉണ്ടാകുന്നത് ജാതി കാലുഷ്യവും സ്പർദ്ധയും സമൂഹത്തിൽ ടെൻഷനുമാണ്. ഇത് രണ്ടും ഒരു സാധനം തന്നെയാണ്. മതങ്ങൾ തമ്മിൽ പരസ്പരം മറന്നും പുറത്തും സ്നേഹിച്ചും മുന്നോട്ട് പോകണം എന്ന് പഠിപ്പിക്കുന്നവർ ജാതികൾ തമ്മിൽ പരസ്പരം എന്തുകൊണ്ട് വെറുക്കണമെന്നും പഴങ്കഥകൾ പറഞ്ഞ് പരസ്പരം അധിക്ഷേപിക്കണമെന്നും ചാട്ടിപ്പിടിക്കുന്നത് എന്താണ്? ജാതികൾ തമ്മിൽ അടിച്ചാൽ പ്രശ്നമില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്?